بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമായ പവിത്രമായ ഈ റജബ് മാസത്തിൽ നാം ഏവരെയും അവൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന, ബറക്കത്തുകൾ ലഭിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റജബ് മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളെ ഈ ലോകാരംഭം മുതൽ തന്നെ നിശ്ചയിച്ച് നമുക്ക് നൽകിയതാണ്. അതിൽ 4 മാസങ്ങൾ പവിത്രത ഏറിയ മാസമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറും, ഈ 12 മാസങ്ങളിൽ നിന്ന് 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. ഹുറും എന്ന് പറഞ്ഞാൽ ഹുറുമായ പവിത്രമായ മാസം. ഹുറും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അന്നൽ മഅസിയത ഫീഹാ അശദ്ദു ഇഖാബൻ. ഈ പവിത്രമായ ഈ മാസങ്ങളിൽ, 4 മാസങ്ങളിൽ തെറ്റുകൾ അധികരിപ്പിച്ചാൽ, തെറ്റുകൾ ചെയ്താൽ അതിന് കഠിനമായ ശിക്ഷകൾ ഉണ്ടായിരിക്കും. സാധാരണ മാസങ്ങൾ പോലെയല്ല. വത്താഅത ഫീഹാ അക്സറു സവാബൻ. എന്നാൽ ഈ 4 മാസങ്ങളിൽ സൽപ്രവർത്തനങ്ങൾ ചെയ്താലോ ധാരാളമായി പ്രതിഫലവും ലഭിക്കും. മറ്റു മാസങ്ങളെ പോലെയല്ല. അപ്പോൾ മറ്റു മാസങ്ങളിൽ സൽക്രമങ്ങൾ ചെയ്യുന്നതിനേക്കാളും പ്രതിഫലം കൂടുതലാണ് ഈ പവിത്രമായ 4 മാസങ്ങളിൽ. മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന പാപങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷയേക്കാളും കൂടുതലാണ് ഈ മാസങ്ങളിൽ പാപം ചെയ്താൽ എന്ന് പരിശുദ്ധമായ ഖുർആനിന് മഹത്തുക്കൾ വിശിഷ്യ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാം നമുക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ അതിൽ ഒരു മാസമാണ്, 4 മാസം ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. പിന്നെ റജബാണ്, ജുമാദുൽ ഉഖ്റയുടെയും ശഅബാനിൻ്റെയും ഇടയിലുള്ള മാസം എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച റജബ് മാസം. റാ, റജബിലെ 3 അക്ഷരങ്ങളിൽ റാ എന്ന അക്ഷരം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് സൂചിപ്പിക്കുന്നു. കാരുണ്യം, കരുണ, അതിലേക്ക് സൂചിപ്പിക്കുകയാണ് റാ എന്ന അക്ഷരം. ജീമ്, ജൂദ്, ധർമ്മിഷ്ഠത, ഔദാര്യം എന്നതിലേക്ക് സൂചിപ്പിക്കുകയാണ്. ബാ, ബിർ, നന്മ, ഗുണം എന്നതിലേക്ക് സൂചിപ്പിക്കുകയാണ്. ഈ പവിത്രമായ മാസം സൽക്രമങ്ങളെ കൊണ്ട് മുന്നേറേണ്ട മാസമാണ്. കാരണം മഹാനായ ഇമാം അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ ഇമാം അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഒരു ചെറിയ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഹദീസ്? റജബുൻ ഷഹറുല്ലാ, റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. ഷഅബാൻ എൻ്റെ മാസമാണ്. ഷഅബാനു ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണ്. വ റമളാനു ഷഹറു ഉമ്മത്തി, റമളാൻ എൻ്റെ സമുദായത്തിൻ്റെ മാസമാണ്. അപ്പോൾ ഈ മാസം അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക്, നരകമോചനത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, സൽക്രമങ്ങൾ അധികരിപ്പിക്കുന്നതിലേക്കെല്ലാം നാം ധൃതി കൂട്ടേണ്ടതാണ്, മുന്നേറേണ്ടതാണ്.
പരിശുദ്ധമായ ഖുർആന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാം, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. അപ്പോൾ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് നിങ്ങൾ വേഗതയാകണം. വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു, ആകാശഭൂമിക്ക് സമാനമായ വീതിയുള്ള, ആകാശഭൂമിയുടെ വീതിയുള്ള സ്വർഗത്തിലേക്കും, അപ്പോൾ നീളം എന്തായിരിക്കും, നിങ്ങൾ ധൃതി കൂട്ടണം, വേഗതയാകണം. മറ്റൊരായത്തിൽ സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമിയുടെ വീതി പോലെയുള്ള വീതിയുള്ള സ്വർഗത്തിലേക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്കും പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതി കൂട്ടുക, നിങ്ങൾ മുന്നേറുക. വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ സുമ്മ ലാ തുൻസറൂൻ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് ഖേദിച്ച് മടങ്ങണം, പശ്ചാത്തപിച്ച് മടങ്ങണം, തൗബ ചെയ്ത് മുന്നേറണം. വാസ്ലിമു ലഹു, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കണം. മീൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ, പെട്ടെന്ന് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിന് മുമ്പ്. സുമ്മ ലാ തുൻസറൂൻ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ മഗ്ഫിറത്തിലേക്ക് നമ്മൾ മുന്നേറേണ്ട മാസമാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴികളിൽ മുന്നേറേണ്ട മാസമാണ്, സൽക്രമങ്ങളിൽ നമ്മൾ മുന്നേറേണ്ട മാസമാണ്. ഇസ്തിഗ്ഫാർ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. മഹത്തുക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്, ഷഹറു റജബിൻ ഷഹറുൽ ലിസ്സറഅ, റജബ് മാസം കൃഷിയുടെ മാസമാണ്. ഷഅബാനു ഷഹരി സഖി, ഷഅബാൻ ആ കൃഷിയെ നനയ്ക്കേണ്ട മാസമാണ്. റമളാനു ഷഹരി ഹസാദി സറഇ, റമളാൻ മാസത്തിൽ ഈ റജബിൽ നമ്മൾ കുഴിച്ചിട്ട അല്ലെങ്കിൽ പാകിയ ആ കൃഷിയുടെ വിളവുകൾ എടുക്കേണ്ട മാസമാണ്. അഥവാ സൽക്രമങ്ങളാകുന്ന കൃഷി റജബ് മാസത്തിൽ ഇറക്കിയാൽ റമളാൻ മാസത്തിൽ ആ സൽക്രമങ്ങളെ വെള്ളമൊഴിച്ച് കൊടുത്ത് അതിനെ പുഷ്ടിപ്പെടുത്തിയാൽ, അഥവാ സൽക്രമങ്ങളെ പുഷ്ടിപ്പെടുത്തിയാൽ, അതിനെ വേണ്ട വിധത്തിൽ മുന്നേറ്റിയാൽ, അത് ആ സൽക്രമങ്ങളിൽ മുന്നേറിയാൽ റമളാൻ മാസത്തിൽ അതിൻ്റെ വിളവ് കൊയ്തെടുക്കാൻ കഴിയുമെന്ന് മഹത്തുക്കൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഉലമാക്കൾ മനസ്സിലാക്കി തരുന്നു, റജബ് മാസം ഷഹറുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിൻ്റെ മാസമാണ്, പൊറുക്കലിനെ ചോദിക്കേണ്ട മാസമാണ്, പുറത്തരൻ അള്ളാഹിനോട് ആവശ്യപ്പെടേണ്ട മാസമാണ്, തൗബ ചെയ്ത് മടങ്ങേണ്ട മാസമാണ്. ഷഅബാൻ ഷഹറു സ്വലാത്തി അലൻ നബിയിൽ മുഖ്താരി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ് ഷഅബാൻ. റമളാനു ഷഹറുൽ ഖുർആൻ, റമളാൻ മാസം ഖുർആനിൻ്റെ മാസമാണ്, ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യേണ്ട മാസമാണ്. ഇങ്ങനെ പവിത്രമേറിയ ഈ മഹത്തരമായ റജബ് മാസം, റജബ് എന്ന വാക്ക് തർജീബ് എന്ന പദത്തിൽ നിന്നും എടുത്തതാണ്. മഹത്വമേറിയെന്നൊക്കെ തർജീബിന് പറയുമെങ്കിലും ഒരുങ്ങി തയ്യാറാകൽ, അല്ല റമളാനിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകേണ്ട മാസം എന്നാണ് ഈ തർജീബിൻ്റെ പദത്തിൽ നിന്നും എടുത്ത റജബിൻ്റെ മാസത്തിൻ്റെ ആകസാരം. അപ്പം റമളാനിലേക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാകേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. അതിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റജബ് മാസം പ്രവേശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാരിക് ലനാ, ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ, ഫീ റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണേ. ശഅബാൻ മാസമായാലും ഇങ്ങനെ തന്നെ ദുആ ചെയ്യണം. റജബ് കക്കേണ്ട ആവശ്യമില്ല, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണേ. വബല്ലിഗ്നാ റമളാൻ, റമളാൻ വരെ ഞങ്ങളെ നീ എത്തിക്കണേ, ഞങ്ങൾക്ക് ആയുസ് തരണം, നീട്ടിത്തരണം, ഞങ്ങൾക്ക് ദീർഘായുസ് തരണം. ഈ റജബിലും ശഅബാനിലും ഒക്കെ ഇബാദത്ത് ചെയ്ത് ധന്യമാക്കിക്കൊണ്ട് റമളാൻ വരെ ആയുസ് കിട്ടി, ആ റമളാനിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി ഞങ്ങളുടെ പാപങ്ങളൊക്കെ കരിച്ചു കളഞ്ഞ്
പാപരഹിതനായി തീരാൻ ഞങ്ങൾക്ക് നീ അവസരം ഒരുക്കി തരണം, ദീർഘായുസ് തരണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ ബാരിക് ലനാ, ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ, ഫി അസ്മാഇന, ഞങ്ങളുടെ കാതുകളിൽ, ഞങ്ങളുടെ ചെവികളിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം, നല്ലത് കേൾക്കാൻ, നല്ലത് ശ്രവിക്കാൻ, ആ കേൾവിക്ക് യാതൊരു തകരാറും വരാതിരിക്കാൻ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ. വാ അബ്സാരിന, ഞങ്ങളുടെ കണ്ണുകളിലും നീ ബർക്കത്ത് ചെയ്യണം, അതിന് കാഴ്ച നിലനിൽക്കാൻ, നല്ലപോലെ കാഴ്ചയുണ്ടാകാൻ, ആ കണ്ണുകൾ കൊണ്ട് നല്ലത് കാണാൻ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം. വാ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങൾക്കും, ആ ഹൃദയങ്ങളിലും നീ ബർക്കത്ത് ചെയ്യണം, നല്ലത് ചിന്തിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ബർക്കത്ത് ചെയ്യണം. വാ അസ്വാജിന, ഞങ്ങളുടെ ഇണകളിലും നീ ബർക്കത്ത് ചെയ്യണം. സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഇണകൾ ഭർത്താക്കന്മാരാണ്, പുരുഷന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഇണകൾ ഭാര്യമാരാണ്. അപ്പോൾ ഭാര്യമാരിൽ, ഭർത്താക്കന്മാരിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ. വദുർരിയാത്തിന, ഞങ്ങളുടെ സന്താനങ്ങളിലും നീ ബർക്കത്ത് ചെയ്യണേ. സന്താനങ്ങൾ കിട്ടുന്ന നിഅമത്താണ്, അനുഗ്രഹമാണ്. പക്ഷേ ബർക്കത്ത് അനുഗ്രഹമാണെന്ന് പറഞ്ഞാലും രണ്ടും രണ്ടാണ്. അനുഗ്രഹം സന്താനം കിട്ടി, അതുപോലെ സമ്പത്ത് ലഭിച്ചു, ഇങ്ങനെ ധാരാളം നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അതിൽ ബർക്കത്തുണ്ടാകണം. സമ്പത്ത് ലഭിച്ചു, ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി വിനിയോഗിക്കുമ്പോഴാണ് അതിൽ ബർക്കത്തുണ്ടാകുക. സമ്പത്ത് ലഭിക്കുന്ന നിഅമത്താണ്, അനുഗ്രഹമാണ്, പക്ഷെ അതിൽ ബർക്കത്തുണ്ടാകണം. ഇങ്ങനെ ഏത് കാര്യത്തിലും ബർക്കത്തുണ്ടാകണം. എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. മറ്റൊരു ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇന വ അബ്സാരിന വ ഖുലൂബിന വ അസ്വാജിന വ ദുർരിയാത്തിന വ തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബേ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണം. ഇന്നക അൻത തവ്വാബുർ റഹീം, ധാരാളമായി തൗബ സ്വീകരിക്കുന്നവനാണ്, നീ ധാരാളമായി കരുണ ചൊരിയുന്നവനാണ്, ഞങ്ങളുടെ തൗബ സ്വീകരിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകളിലും ചെവികളിലും ഹൃദയങ്ങളിലും ബർക്കത്ത് ചെയ്യണം, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും നീ ബർക്കത്ത് ചെയ്യണേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. ഇതേ ദുആ തന്നെ ദുആ ചെയ്യൽ അറിയാവുന്നവർ ഇതേ പദങ്ങളിൽ തന്നെ ദുആ ചെയ്യൽ ഏറ്റവും ഉത്കൃഷ്ടമാണ്. നബി തങ്ങൾ ദുആ ചെയ്ത പ്രാർത്ഥനയാണ്. ഇല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഭാഷയിൽ റബ്ബിനോട് ദുആ ചെയ്യാം. അപ്പോൾ ഈ ദുആ അധികരിപ്പിക്കുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, ഇതെല്ലാം പരിശുദ്ധമായ പവിത്രമായ റജബ് മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ മാസമാണ് റജബ് എന്ന് പറഞ്ഞു. മഹാനായ പ്രവാചകന്റെ ഹദീസ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, അള്ളാഹു റജബ് മാസങ്ങളിൽ തിരഞ്ഞെടുത്ത ഉത്കൃഷ്ടമായ പവിത്രമാക്കിയ മാസമാണ്, അത് അള്ളാഹുവിൻ്റെ മാസമാണ്. ആ മാസത്തെ, അള്ളാഹുവിൻ്റെ മാസത്തെ ആരെങ്കിലും ബഹുമാനിച്ചാൽ, മാസമായ റജബിനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ, ഫഖദ് അള്ളമ അംറല്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ബഹുമാനിച്ചവനായി. അള്ളാഹിന്റെ കൽപ്പനയെ ആരെങ്കിലും ബഹുമാനിച്ചാലോ അദ്ഖലഹു ജന്നാത്തുൻ നഈം, അവനെ ജന്നാത്തുൻ നഈം, അനുഗ്രഹീത സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല പ്രവേശിപ്പിക്കും. വൗജബ ലഹു റിദ്വാനുൽ അക്ബർ, അള്ളാഹുവിൻ്റെ മഹത്തായ ആ തൃപ്തി, ആ പൊരുത്തം അവന് നിർബന്ധമാക്കി കൊടുക്കുകയും ചെയ്യും. ഷഅബാനു ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണ് മഹാനായ പ്രവാചകൻ. അപ്പോൾ ഷഅബാൻ മാസത്തെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഫഖദ് അള്ളമ അംരി, എൻ്റെ കൽപ്പന അവൻ ബഹുമാനിച്ചവനായി എന്ന് മഹാനായ പ്രവാചകൻ. എൻ്റെ കൽപ്പന ആരെങ്കിലും ബഹുമാനിച്ചാൽ കുന്തുലഹു ഫറത്തം വദുഹറ, അവന് ഞാനാകും ഫറത്തും ദുഹറും. മുമ്പേ പോയി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നയാൾ അല്ലേ, ഹൗദുൽ കൗസറിന്റെ മുമ്പിൽ പോയി നമുക്ക് വേണ്ടി ഹൗദുൽ കൗസർ കോരിത്തരാൻ വേണ്ടി ആ ഹൗദിന്റെ അടുക്കൽ മഹാനായ പ്രവാചകൻ നമുക്ക് മുമ്പേ അവിടെ ചെന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫറത്തും ദുഹറുമായി ഖിയാമത്ത് നാളിൽ ആകുമെന്ന് മഹാനായ പ്രവാചകൻ. റമദാൻ മാസം അത് എൻ്റെ സമുദായത്തിൻ്റെ മാസമാണ്. ആ റമദാൻ മാസത്തെ ആരെങ്കിലും ബഹുമാനിച്ചാൽ അവൻ ആ റമദാനിൻ്റെ ഹുർമത്തിനെ, അതിൻ്റെ പവിത്രതയെ മാനിച്ചവനായി. അതിനെ ബഹുമാനിച്ചു, അതിനെ പിച്ചിച്ചെന്തിയില്ല. എന്നാൽ സ്വാമനഹറു അതിൻ്റെ പകലിലൊക്കെ നോമ്പ് പിടിച്ചു. റമദാൻ മാസത്തെ ആരെങ്കിലും ബഹുമാനിച്ചു, ആ റമദാന്റെ പവിത്രതയെ ബഹുമാനിച്ചു, ആ റമദാനിനെ പിച്ചിച്ചീന്തിയില്ല, അതിൻ്റെ അഭിമാനത്തിന്, റമദാന്റെ പവിത്രതയ്ക്ക് അനിഷ്ടകരമായ കാര്യങ്ങളൊന്നും ചെയ്തില്ല,
അതിന്റെ പകല് നോമ്പ് പിടിച്ചു, രാത്രി സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏർപ്പെട്ടു, തന്റെ അവയവങ്ങളെല്ലാം ഹറാമായ കാര്യങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിച്ചു. എന്നാൽ ഖറജ മിൻ റമളാന, റമളാനിൽ നിന്ന് അവൻ പുറപ്പെട്ടു പോകും. വലൈസ അലൈഹി ദംബുൻ യത്ലുബുഹു അല്ലാഹു ബിഹി, അല്ലാഹു അവനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന, അവനിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു പാപം ഉണ്ടാകാൻ പാടില്ല എന്നാണ് അള്ളാഹ് ആവശ്യപ്പെടുന്ന, ആഗ്രഹിക്കുന്നത്. അതൊന്നും അവനിൽ നിന്നുണ്ടാകാത്ത രീതിയിൽ അവൻ റമളാനിൽ നിന്ന് ഒഴിവായി പോകും. റമളാൻ കഴിഞ്ഞ് അവൻ അതിന്റെ റമളാനിൽ നിന്ന് പുറത്തേക്ക് പോകും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാകാൻ, അതിൻ്റെ പവിത്രത മാനിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാറിലും തൗബയിലും ഒക്കെ ആയിട്ട് അള്ളാഹുവിലേക്ക് അടുത്ത് മഹാനയെ പ്രവാചകൻ ബർക്കത്തിനു വേണ്ടി തേടാൻ പറഞ്ഞ ആ പ്രാർത്ഥനകൾ അധികരിപ്പിച്ച് മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു ശമനം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമിനായ തമ്പുരാൻ എങ്ങനെ മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുന്യാവിലും ആഖിറത്തിലും സൽഗുണങ്ങൾ ചെയ്തുകൊണ്ട് നന്മകളിൽ മുന്നേറുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.